അവർ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അത് അല്ല, ഇതിനു മുമ്പ് 1-2 തവണ ഞങ്ങളുടെ ഓഫീസേഴ്സ് ഈ വണ്ടിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഫിറ്റ്നസ് ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്ത ഒരു വണ്ടി, അങ്ങനെയുള്ള ഒരു വണ്ടിയായത്. അങ്ങനെ ഒരു ഹിസ്റ്ററി 2-3 തവണ ഞങ്ങളുടെ ഓഫീസേഴ്സ് തന്നെ ഈ വണ്ടിക്ക് CF-ഉം ടാക്സും ഇല്ലാത്തതിന് നടപടി എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്പർ 2, സ്പീഡ് ഗവർണർ ഇപ്പോൾ VLTD കാണിക്കുന്നില്ല. VLTD മീൻസ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്, കൈ വെച്ചാൽ. പിന്നുള്ളത് ഡ്രൈവറുടെ ലൈസൻസിൻ്റെ കാര്യമാണ്. ഡ്രൈവർ ലൈസൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന് ഹെവി ലൈസൻസ് ഇല്ലാത്ത ആളാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നത്. ഈ വണ്ടി ഓടിക്കുന്നതിന് ഹെവി ലൈസൻസ് ആവശ്യമാണ്. മീഡിയം ഗുഡ്സ് അല്ലേ? മീഡിയം ഗുഡ്സ്. GPS കട്ട് ചെയ്തിരിക്കുക. GPS ഒന്നുകിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നത് സിസ്റ്റം ത്രൂ ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനർത്ഥം ഒന്നുകിൽ അവർ കട്ട് ചെയ്തു, അല്ലെങ്കിൽ ആ വണ്ടിക്ക് GPS ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്തു. ദുരൂഹതകൾ നമ്മൾ നിലവിൽ സംശയിക്കുന്നുണ്ട്. 2009 മോഡൽ 17 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ സ്വാഭാവികമായിട്ടും വളരെ മോശമായിരിക്കും. പിന്നെ GPS ഇല്ല, സ്പീഡ് ഗവർണർ ഇല്ല, ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലെന്നാണ് ഏറ്റവും വലിയ ദാരുണമായ സംഭവം. അദ്ദേഹം ഒരു ഹെവി ലൈസൻസ് ഹോൾഡർ അല്ല. ഹെവി ലൈസൻസ് ഹോൾഡർ അല്ലാത്ത ഒരാൾ ഒരു കാരണവശാലും ഈ വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. നമ്പർ 2, അദ്ദേഹം ഇപ്പോൾ ഗൾഫിലായിരുന്നു. കഴിഞ്ഞ 1 മാസം മുമ്പ് അദ്ദേഹം നാട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അതായത് വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ഇന്ന് വണ്ടി ഓടിക്കുക. അദ്ദേഹത്തിൻ്റെ വീഴ്ച ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാർ ഓടിക്കുന്ന പോലെ അല്ല. ഒരു ഹെവി ലൈസൻസ് ഓടിക്കുന്ന ഒരു എക്സ്പെർട്ടൈസേഷൻ അദ്ദേഹത്തിൽ ഇല്ലെന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യണം. ഈ വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഓൾറെഡി നമ്മളിപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ പെർമിറ്റിലേക്ക് കൂടെ നടപടി എടുക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം നിരന്തരമായിട്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഇല്ലാതെ പിടിക്കപ്പെട്ട ഒരു വണ്ടിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ VLTD കട്ട് ചെയ്തിരിക്കുന്നു, നിയമങ്ങളൊക്കെ ലംഘിച്ചിരിക്കുന്നു. അതിന് നടപടി ഉണ്ടാവും. ഹെവി ലൈസൻസ് ഉണ്ടോയെന്ന് ഉത്തമമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണമായിരുന്നൊരു വണ്ടി കൊടുക്കാൻ, ഒരു വണ്ടിയുടെ ഓണർ. പിന്നെ ഇത് ഫസ്റ്റ് ഓപ്പറേഷനാണ്. ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ടിപ്പർ ലോറി ഓടിക്കുക. അതാണ് വളരെ എൻ്റെ നോട്ടത്തിൽ ക്രൂഷ്യലായിട്ടുള്ള സംഗതി അതാണ്. കാരണം എന്താ, വളരെ നാളുകളായിട്ട് ടിപ്പർ ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഗൾഫിൽ നിന്ന് വന്നിട്ട് ആദ്യത്തെ ട്രിപ്പായിട്ട് ഓടിക്കുന്ന സമയത്ത് അദ്ദേഹം കാണിക്കേണ്ട ഒരു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി വരുന്ന സമയത്ത്, ഈ ഒരു മെയിൻ റോഡിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ അദ്ദേഹം ഓടിച്ചു വന്നു. നമ്മുടെ കൊല്ലം ജില്ലയിൽ 8:30 മുതൽ 10 o'clock വരെയാണ് ടിപ്പറിൻ്റെ ലിമിറ്റേഷൻ ഉള്ള സമയം ഓപ്പറേറ്റ് ചെയ്യാൻ. ഒരു പക്ഷേ അത് കവർ ചെയ്യാനായിട്ട് അദ്ദേഹം തിടുക്കം കാണിച്ചു കാണും. 8:30 മുമ്പ് ചെല്ലേണ്ട പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തിടുക്കം കാണിച്ചു കാണും. പാസിൻ്റെ ടൈം 6 തൊട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 6-ന് ശേഷമായിരിക്കും ഇത് ലോഡ് കയറ്റിയത്. 8:30 മുമ്പ് അവർ എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്പീഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫിറ്റ്നസ് റദ്ദ് ചെയ്തു. പെർമിറ്റിൽ നടപടി എടുക്കുന്നതിനുള്ള റെക്കമെൻഡേഷനും കൂടെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ലൈസൻസ് അദ്ദേഹത്തിനുള്ളത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് അദ്ദേഹത്തിനുള്ളത്, അതിനകത്ത് നടപടി ഉണ്ടാവും. അത് ക്യാൻസൽ ചെയ്യും. അതിന് അദ്ദേഹത്തിനൊന്ന് കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് വരാൻ പറ്റുന്നെങ്കിൽ ഇവിടെ വരുത്തി കേൾക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സംസാരിക്കാൻ പാകമായാൽ അദ്ദേഹത്തിൻ്റെ മൊഴി അവിടെ നിന്ന് എടുത്തുകൊണ്ട് ലൈസൻസ് ഉള്ളത് സസ്പെൻഡ് ചെയ്യും. ഈ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് അദ്ദേഹത്തിന് ഇല്ല. നേരത്തെ നടപടി എടുത്ത വാഹനമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പരിശോധിച്ചിട്ട് ഫിറ്റ്നസ്, ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും കൃത്യമാണെന്ന് പറയും. ഫിറ്റ്നസ് 4-ാം മാസം കരുനാഗപ്പള്ളി ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നോക്കി ബോധ്യപ്പെട്ടിട്ടുണ്ട്. 4 മാസം 4-ാം മാസം എന്ന് പറയുമ്പോൾ 2 മാസമേ ഉള്ളൂ. അത് നോക്കണം. ഒരു പക്ഷേ അപ്പം കൊണ്ടുവന്നപ്പെട്ട ടയർ നമുക്കറിയത്തില്ല. അതുകൊണ്ടൊന്നും ടയർ മാറ്റുന്ന എല്ലാം പെർഫെക്റ്റായിട്ട് കൊണ്ടുവന്ന് കാട്ടിയിട്ട് പരിശോധനയ്ക്ക് ലൈസൻസ് ഒപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ട് മാറിയൊന്നും നമുക്കറിയില്ല. പിന്നെ VLTDയുടെ കാര്യം നോക്കാം. അത് വിശദമായൊരു അന്വേഷണത്തിലേക്ക് ഞാൻ റിപ്പോർട്ട് മുകളിലേക്ക് ഉടനടി അയക്കുന്നുണ്ട്. തയ്യാറാക്കണം. ഞാൻ സ്പോട്ട് നേരത്തെ വന്നിരുന്നു. സ്പോട്ട് ഒന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.